പ്രൊഫസർ എം ചന്ദ്രബാബു രചിച്ച ശ്രീനാരായണ ഗുരു അപൂർവതകളുടെ കൃഷി, നാരായണ ഗുരു മൃത്യുഞ്ജയ വചനങ്ങൾ, ശ്രീനാരായണ ഗുരുദേവ കൃതികൾ ഒരു വാഗർത്ഥ വിചിന്തനം, ശ്രീനാരായണ ഗുരു സത്യം ജ്ഞാനം ആനന്ദം എന്നീ 4 ഗ്രന്ഥങ്ങളെ അധികരിച്ചുകൊണ്ടുള്ള ചർച്ചയാണ് ഇവിടെ ആരംഭിക്കുന്നത്. ഈ ചടങ്ങിനെ സ്വാഗതം ആശംസിക്കുന്നതിനായി ഈ ഗ്രന്ഥത്തിൻ്റെ ഗ്രന്ഥകാരൻ പ്രൊഫസർ എം ചന്ദ്രബാബുവിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഈ പുസ്തക ചർച്ച ആരംഭിക്കുകയാണ്. സമയപരിധി ഒരു വലിയ വിഷയമാണ്. 40 മിനിറ്റ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ദീർഘമായ ഒരു സ്വാഗതത്തിന് പ്രസക്തിയില്ല. ഇവിടെ 4 പുസ്തകങ്ങൾ ആണ് ചർച്ച ചെയ്യുന്നത്. ശ്രീനാരായണ ഗുരു അപൂർവതകളുടെ കൃഷി, ശ്രീനാരായണ ഗുരു മൃത്യുഞ്ജയ വചനങ്ങൾ, ശ്രീനാരായണ ഗുരുദേവ കൃതികൾ ഒരു വാഗർത്ഥ വിചിന്തനം, ശ്രീനാരായണ ഗുരു സത്യം ജ്ഞാനം ആനന്ദം എന്നിവയാണ് ഈ പുസ്തകങ്ങൾ. ഈ യോഗത്തിൽ അധ്യക്ഷം വഹിക്കുന്നത് പ്രഭാതിൻ്റെ എഡിറ്ററും സാഹിത്യകാരനുമായ ഡോക്ടർ വള്ളിക്കാവ് മോഹൻദാസാണ്. അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് ശ്രീ സി ദിവാകരൻ അവർകളാണ്. അദ്ദേഹത്തെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. കേരളത്തിലെ സമുന്നതനായ രാഷ്ട്രീയ നേതാവും സാംസ്കാരിക പ്രവർത്തകനും സാഹിത്യകാരനും പ്രഭാതിൻ്റെ മാനേജിംഗ് ഡയറക്ടറുമാണ് സി ദിവാകരൻ. അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ യോഗത്തിൽ പങ്കെടുത്ത് സംസാരിക്കുന്നത് ഡോക്ടർ എൽ തുളസീധരനാണ്. തുളസീധരൻ കൊല്ലം ശ്രീനാരായണ കോളേജിലെയും ചെമ്പഴന്തി എസ് എൻ കോളേജിലുമൊക്കെ പ്രിൻസിപ്പലായിരുന്നു. ഇപ്പോൾ CHMM കോളേജിൽ വർക്കല പ്രിൻസിപ്പലാണ്. അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്ത ശ്രീ എസ് വിക്രമൻ കേരളകൗമുദിയുടെ തിരുവനന്തപുരം യൂണിറ്റ് ൻ്റെ ചീഫാണ്. നല്ല വായനക്കാരനും എഴുത്തുകാരനും ശ്രീനാരായണ ഗുരുവുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുമാണ് ശ്രീ എസ് വിക്രമൻ. അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ കൃതജ്ഞത പറയുന്നത് പ്രഭാതിൻ്റെ സാംസ്കാരിക സംഘടനയായ പ്രഭാത് സാംസ്കാരിക വേദിയുടെ ശ്രീ OP വിശ്വനാഥനാണ്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ യോഗത്തിൽ പങ്കെടുക്കാൻ വന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, പ്രിയപ്പെട്ടവർ എല്ലാവർക്കും സ്നേഹത്തിൻ്റെ പേരിൽ പ്രഭാതിൻ്റെ പേരിൽ ഒക്കെ നന്ദി രേഖപ്പെടുത്തുന്നു. 4:10 ഈ യോഗം അവസാനിക്കും. ഭാരതം കണ്ട ഏറ്റവും ഉന്നതനായ നവോത്ഥാന ചിന്തകൻ, ഭാരതത്തിൽ നവോത്ഥാനത്തിന് പ്രാരംഭം കുറിച്ച മഹാനുഭാവൻ, ഒരുപക്ഷെ തൻ്റെ എഴുത്തിലൊരിക്കലും ഭാരതമെന്ന് പ്രയോഗിക്കാതെ ഇന്ത്യ എന്ന് തന്നെ എഴുതി വന്നിരുന്ന മഹാനായ ദാർശനികൻ, ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ അധിവസിക്കുന്ന 2ാമത്തെ രാജ്യമായ ഭാരതത്തിൽ നൂറ്റാണ്ടുകളായി നിലനിന്ന ജാതി വ്യവസ്ഥയെ ഒരൊറ്റ പ്രവർത്തനം കൊണ്ട് തന്നെ തകർത്തു തരിപ്പണമാക്കിയ സാഹസികൻ, ഇന്നു നാം കാണുന്ന നവീനതയെല്ലാം തന്നെ പ്രത്യേകിച്ചും കേരളം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ രംഗങ്ങളിൽ മുന്നിൽ നിൽക്കുന്നതിനെല്ലാം നിയാമക ശക്തിയായി വർദ്ധിച്ച അരുവിപ്പുറം പ്രതിഷ്ഠയുടെ പ്രോത്ഘാടകൻ, ഇങ്ങനെ നിരവധി വിശേഷണങ്ങൾ പറയാവുന്ന ഏറ്റവും ഉന്നതനായ കവിശ്രേഷ്ഠൻ കൂടിയായ ശ്രീനാരായണ ഗുരുദേവൻ്റെ ഓർമ്മകളാണ് ഈ സമ്മേളനത്തിൻ്റെ അകക്കാമ്പ് എന്ന് പറയുന്നത്. ആ വലിയ വ്യക്തിത്വത്തെ ഓർക്കുകയും അദ്ദേഹത്തിൻ്റെ അസാധാരണമായ സംഭാവനകളെക്കുറിച്ച് വീണ്ടും വീണ്ടും ചർച്ച ചെയ്യുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ് എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് ഇന്നത്തെ ഈ ദിവസം. മലയാളത്തിൽ ആദ്യമായിട്ടാണ് ശ്രീനാരായണ ഗുരുദേവൻ്റെ അഗാധമായ ജീവിതത്തെക്കുറിച്ച് 4 ഗ്രന്ഥങ്ങൾ ഒരാൾ തന്നെ ഒരേ സമയം എഴുതുന്നത്. ഡോക്ടർ PT ഭാസ്കരൻ സാറിനെ പോലെ, ബാലകൃഷ്ണൻ നായർ സാറിനെ പോലെയൊക്കെയുള്ള വലിയ ചിന്തകന്മാർ ഗുരുദേവനെക്കുറിച്ച് ധാരാളം പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. പല കാലങ്ങളിലായിട്ടാണ് അവരുടെ ഗ്രന്ഥങ്ങളൊക്കെ പുറത്തു വന്നിട്ടുള്ളത്. എന്നാൽ പ്രൊഫസർ എം ചന്ദ്രബാബു ഒരേ കാലത്ത് 4 ഗ്രന്ഥങ്ങൾ ശ്രീനാരായണ ഗുരുദേവനെക്കുറിച്ച് എഴുതുകയാണ്. യഥാർത്ഥത്തിൽ ലോകത്തിലെ മുഴുവൻ സമുദ്രങ്ങളുടെയും ആഴങ്ങൾ മുഴുവൻ എടുത്താലും
ആഴം തീരാത്ത ഒന്നാണ് ഗുരുദേവൻ്റെ ജീവിതവും ദർശനവും ചിന്തയും. ഒരുപക്ഷെ ലോകത്തെ മറ്റൊരു ശാസ്ത്രജ്ഞനും ലോകത്തൊരു താത്വികാചാര്യനും അദ്ദേഹം പറഞ്ഞതെല്ലാം സ്വയം നടപ്പിലാക്കിയിട്ടില്ല. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു തിയറി അല്ലെങ്കിൽ ഫിലോസഫി മാർക്സിസമാണ്. മാർക്സിസം മുന്നോട്ട് വെച്ചത് മാർക്സ് ആണെങ്കിൽ എംഗൽസ് ആണെങ്കിൽ അത് നടപ്പിലാക്കിയത് അവർ രണ്ടുപേരുമല്ല. ലെനിനും മാവോയും സ്റ്റാലിനുമൊക്കെയാണ് നടപ്പിലാക്കിയത്. ലോകത്തെ എല്ലാ പണ്ഡിതന്മാരുടെ ഇപ്പം ബുദ്ധമത ചിന്തകൾ ശ്രീബുദ്ധൻ മുന്നോട്ട് വെച്ചെങ്കിലും അത് നടപ്പിലാക്കിയത് വേറെ ആളുകളാണ്. അദ്ദേഹത്തിൻ്റെ പിൻഗാമികളായ ശിഷ്യന്മാരും പിന്നെ അശോകനുമൊക്കെയാണ്. ലോകത്തിലെ ഏത് ശാസ്ത്രത്തിൻ്റെയും കാര്യം അതുതന്നെയാണ്. പക്ഷേ ശ്രീനാരായണ ഗുരുദേവൻ്റെ പ്രത്യേകത അദ്ദേഹം പറഞ്ഞതെല്ലാം സ്വയം നടപ്പിലാക്കി എന്നതാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു അസാധാരണത്വം. അതാണ് ഈ അനന്യം എന്ന വാക്ക് നമുക്ക് മലയാളത്തിൽ പലപ്പോഴും ഉപയോഗിക്കേണ്ടി വരികയില്ല. പക്ഷേ അത് നിരന്തരമായിട്ട് ഉപയോഗിക്കേണ്ടി വരുന്ന ഒരു വലിയ മഹാവ്യക്തിത്വമാണ് ശ്രീനാരായണ ഗുരുദേവൻ. അദ്ദേഹത്തിൻ്റെ സാഹിത്യം എടുത്താലും ശരി, അദ്ദേഹത്തിൻ്റെ ചിന്തകളെടുത്താലും ശരി, അദ്ദേഹത്തിൻ്റെ കൊച്ചു കത്തുകൾ പോലും, അദ്ദേഹം പറഞ്ഞിട്ടുള്ള ചെറിയ വാക്കുകൾ, ഭാസ്കർ സാറ്, ഡോക്ടർ ടി ഭാസ്കർ സാറ് സമാഹരിച്ചൊരു പുസ്തകമുണ്ട്, ശ്രീനാരായണ ഗുരു വൈഖരി എന്നൊരു പുസ്തകമുണ്ട്. അതിൽ അദ്ദേഹത്തിൻ്റെ ചെറിയ കുറിപ്പുകൾ, ചെറിയ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരോടും മറ്റുള്ളവരോടൊക്കെ പറഞ്ഞിട്ടുള്ള ചെറിയ വാക്കുകൾ, കൊച്ചു വാക്കുകളിൽ പോലും അഗാധതയാണ് ഉള്ളത് എന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഞാൻ സത്യത്തിൽ അത്ഭുതപ്പെട്ടു പോവുകയാണ് പ്രൊഫസർ എം ചന്ദ്രബാബുവിനെ കുറിച്ച് കാണുമ്പോൾ. അദ്ദേഹം എങ്ങനെയാണ് ഈ ആഴക്കടലിലേക്ക് സധൈര്യം ഇറങ്ങിപ്പോയത് എന്ന് ഞാൻ ഓർക്കുകയാണ്. ഇറങ്ങുക മാത്രമല്ല, അതിൽ നിന്ന് അദ്ദേഹം തിരിച്ചു കയറുകയും ചെയ്തു. ഗുരുദേവനെക്കുറിച്ച് പഠിക്കാൻ ഇറങ്ങിയാൽ ആഴക്കടലിലേക്ക് നമ്മളങ്ങ് മുങ്ങിപ്പോവുകയല്ലാതെ നമുക്ക് തിരിച്ചു കയറൽ ഉണ്ടാവുകയില്ല പലപ്പോഴും. കാരണം അത്ര അഗാധമാണ് അദ്ദേഹത്തിൻ്റെ ചിന്തകളും അദ്ദേഹത്തിൻ്റെ വാക്കുകളും ഒക്കെ തന്നെ. പക്ഷേ അത് തിരിച്ചു കയറുകയും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ദർശനത്തിൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ചിത്രം നമുക്ക് നൽകാൻ അദ്ദേഹത്തിന് കഴിയുകയും ചെയ്തു. 4 ഗ്രന്ഥങ്ങളുടെ ഇനി ഒരു ഗ്രന്ഥം കൂടി വരാനിരിക്കുന്നു എന്ന് എൻ്റെ പ്രിയ സുഹൃത്ത് എന്നോട് മിക്കപ്പോഴും പറയാനുണ്ട്. അതുകൂടി എത്തട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ശ്രീനാരായണ ഗുരുദേവൻ്റെ കൃതികളെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ ചിന്തകളെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ ദർശനത്തെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തെക്കുറിച്ച് ഒക്കെ ഈ 4 ഗ്രന്ഥങ്ങളിലും തുടരെയായി അദ്ദേഹം പറയുകയാണ്. ഈ ഗ്രന്ഥങ്ങളുടെ ഏറ്റവും വലിയ സവിശേഷത മഹാപണ്ഡിതന്മാർക്ക് മാത്രം മനസ്സിലാകുന്ന വിധത്തിലല്ല ഈ ഗ്രന്ഥം രചിച്ചിരിക്കുന്നത്. സാധാരണ ആളുകൾ കൂടി മനസ്സിലാകുന്ന തരത്തിലാണ് ഈ ഗ്രന്ഥം രചിച്ചിരിക്കുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം അഗാധമായ കാര്യങ്ങൾ അഗാധമായ ഭാഷയിൽ കടുകട്ടിയായി പറഞ്ഞാൽ എങ്ങനെയാണ് സാധാരണക്കാരനിലേക്ക് എത്തുക? അത് വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഗുരുദേവനാണെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ളതിനെല്ലാം 2 വഴികളുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം. മനുഷ്യന് ആർക്കാണ് മനസ്സിലാകാത്തത്? എല്ലാം മനസ്സിലാവും. പക്ഷേ അതേ കാര്യത്തെ തത്വചിന്താപരമായിട്ടൊന്ന് സമീപിച്ചു കഴിഞ്ഞാൽ, അതിൻ്റെ ഫിലോസഫിയിലേക്ക് കടന്നാൽ അത് എത്രയോ വലിയ കാര്യമാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അദ്ദേഹം ഒരേ സമയം പ്രത്യക്ഷത്തിൽ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ഒരു മുഖവും അതിൻ്റെ ആന്തരിക ചൈതന്യം അസാധാരണമായി നിലനിർത്തിക്കൊണ്ടുള്ള ഒരു പ്രയോഗവുമാണ് അദ്ദേഹം എപ്പോഴും നടത്തിയിട്ടുള്ളത്. അങ്ങനെയാണ് കൊച്ചു കാര്യങ്ങൾ വളരെ കുട്ടികൾക്ക് പോലും മനസ്സിലാകുന്ന പോലെ പറയും. തൊട്ടപ്പുറത്ത് അതിൻ്റെ തന്നെ ആന്തരിക യാഥാർത്ഥ്യത്തിലേക്ക് കടക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോകുന്ന വിധത്തിലേക്ക് അതിന് ആഴവും പരപ്പും വർദ്ധിക്കുകയും ചെയ്യും. അപ്പോൾ ഈ തരത്തിലുള്ള ഒരു വലിയ സമസ്യയാണ് ഗുരുദേവൻ്റെ ചിന്തകൾ എങ്കിൽ ആ സമസ്യയെ വളരെ ലളിതമായി അവതരിപ്പിക്കാനുള്ള ഒരു തീവ്ര ശ്രമമാണ് ബഹുമാനപ്പെട്ട പ്രൊഫസർ എം ചന്ദ്രബാബു നടത്തിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഒരാളുടെ ജീവിതത്തിൽ അദ്ദേഹത്തിന് നിരവധി കാര്യങ്ങൾ എഴുതാൻ കഴിയും. എഴുത്തുകാരെ സംബന്ധിച്ച് നോക്കും, ഞാൻ പുള്ളിയോട് പറയാറുണ്ട്, ഇനി ഒന്നും എഴുതേണ്ടതില്ല, ഒരു വരി പോലും ഇനി എഴുതേണ്ടതില്ല, ഈ ഗ്രന്ഥങ്ങൾ മതിയാവും ഒരു ജീവിതം മുഴുവൻ സഫലമായി തീരുവാൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്ര ശ്രമകരമായൊരു ജോലിയാണ് അദ്ദേഹം നിർവഹിച്ചത്. പലപ്പോഴും കഴിഞ്ഞ കുറേ കാലങ്ങളായി നമ്മളുടെ പല മീറ്റിങ്ങുകളിലും പല സ്ഥലത്തും അദ്ദേഹം അപ്രത്യക്ഷനാകുമായിരുന്നു, വരാറില്ലായിരുന്നു. വരാത്തതുകൊണ്ട് ഞങ്ങൾക്കൊക്കെ ചെറിയ അസ്വസ്ഥതകൾ തോന്നുകയും ചെയ്യും. പക്ഷേ ഇത് പുസ്തകങ്ങൾ വന്നപ്പോൾ എനിക്ക് തോന്നി ആ അസ്വസ്ഥതകൾക്കൊന്നും അർത്ഥമില്ല. എത്രയോ സഫലമായ, എത്രയോ ഉന്നതമായ, എത്രയോ ഗൗരവമായൊരു ഉത്തരവാദിത്വമാണ് അദ്ദേഹം ആ ദിനങ്ങളിലൊക്കെ നടത്തിയിരുന്നത് എന്ന് ഈ ഗ്രന്ഥം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ശ്രീനാരായണ ഗുരുവിൻ്റെ സാഹിത്യകൃതികളെക്കുറിച്ചുള്ള പഠനം ഇതിലുണ്ട്. ശ്രീനാരായണ ഗുരു ചെയ്ത സാമൂഹികമായ പരിഷ്കാരങ്ങളെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങളിനകത്തുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഈ ഋഷിക്കും അപ്പുറമാണല്ലോ അദ്ദേഹം, ഋഷിമാരുടെ ഋഷി എന്ന് നമുക്ക് പറയേണ്ടി വരും. അങ്ങനെ ഗുരുക്കന്മാരുടെ ഗുരുവായ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് ഇതിൽ പറഞ്ഞു പോകുന്നുണ്ട്. അദ്ദേഹം ചെയ്തിട്ടുള്ള സാഹസികമായ ഇടപെടലുകളെക്കുറിച്ച് ഈ ഗ്രന്ഥത്തിൽ പറഞ്ഞു പോയിട്ടുണ്ട്. ആ തരത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതം, അദ്ദേഹത്തിൻ്റെ ദർശനം, അദ്ദേഹത്തിൻ്റെ ചിന്തകൾ, അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങൾ ഇതെല്ലാം ഈ ഗ്രന്ഥങ്ങളിലൂടെ പറഞ്ഞു വയ്ക്കുന്നു. ഇനി 5ാമത്തെ ഗ്രന്ഥം എന്താണ് എന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു വർത്തമാനകാലത്ത് ശ്രീനാരായണ ഗുരു അദ്ദേഹത്തിൻ്റെ ദർശനത്തെ പുതിയ കാലത്ത് നമ്മളൊക്കെ എങ്ങനെയാണ് ഏറ്റെടുക്കുകയും എങ്ങനെയാണ് അതിനെ മാറ്റിത്തീർത്തതും ചെയ്തത് എന്നതിനെക്കുറിച്ചുള്ളൊരു വിമർശന പഠനമാകാം 5ാമത്തെ ഓളിയം. എന്തായാലും ഈ 4 ഗ്രന്ഥങ്ങൾ
അസാധാരണമായ പരിപ്രേക്ഷ്യത്തോടു കൂടിയാണ് നിൽക്കുന്നത് എന്ന കാര്യം നമുക്ക് പറയേണ്ടി വരും. ആ ഒരു പ്രത്യേക പെർസ്പെക്റ്റീവിൽ ഈ ഗ്രന്ഥങ്ങളെ രചിക്കാനും അത് അവതരിപ്പിക്കാനും അദ്ദേഹം നടത്തിയിരിക്കുന്ന ശ്രമം ശ്ലാഘനീയമാണ്. ഞാൻ ആ ഗ്രന്ഥങ്ങളുടെ ഉള്ളിലേക്ക് ഗൗരവത്തിൽ കടക്കുന്നില്ല, കാരണം ഇവിടെ അത് പഠിച്ചു വന്ന നിരവധി ആളുകളുണ്ട് എന്നതുകൊണ്ട് ഞാൻ കടക്കുന്നില്ല. എങ്കിലും ഞാൻ ഒന്ന് പറഞ്ഞു കൊള്ളട്ടെ. ഒരുപക്ഷെ ഇന്നോളം ഉണ്ടായിട്ടുള്ള ശ്രീനാരായണ അദ്ദേഹത്തിൻ്റെ ഗുരുദേവനുമായി ബന്ധപ്പെട്ട ഗ്രന്ഥങ്ങളിൽ സവിശേഷ പ്രാധാന്യം അർഹിക്കുന്നതാണ് ഈ 4 ഗ്രന്ഥങ്ങൾ എന്ന് പറയാതെ വയ്യ. ഈ 4 ഗ്രന്ഥങ്ങളുടെ തലക്കെട്ടുകൾ തന്നെ സ്വയം സംസാരിക്കുന്ന തലക്കെട്ടുകളാണ്. ആ തലക്കെട്ടുകളിൽ തന്നെ അതിൻ്റെ ഉള്ളടക്കം എന്താണ് എന്ന് നമുക്ക് ഏറെക്കുറെ ബോധ്യമാകുന്നതാണ്. ഇത് വായിച്ചറിയുക എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. വായിച്ചറിയുമ്പോൾ നമുക്ക് നമ്മുടേതായ ഒരു തയ്യാറെടുപ്പൊക്കെ നമുക്ക് ഉണ്ടാവണം എന്നുകൂടി ഞാൻ പറഞ്ഞു കൊള്ളട്ടെ. അയത്ന ലളിതമായി നേരെ അങ്ങ് പ്രയോഗിച്ച് കടന്നു പോകാവുന്നതേ ഉള്ളൂ, കടന്നപ്പുറത്തിറങ്ങുകയും ചെയ്യാം നമുക്ക്. പക്ഷേ നമ്മളിൽ ചിലതൊക്കെ അവശേഷിക്കണമെങ്കിൽ നമ്മളതിന് സ്വയം ഒരു തയ്യാറെടുപ്പൊക്കെ നടത്തി വേണം ഈ ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുന്നതും ഈ ഗ്രന്ഥങ്ങളെ പഠിക്കുകയും ചെയ്യേണ്ടത് എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഈ ഗ്രന്ഥകാരനെ ഞാൻ അഭിനന്ദിക്കുന്നു. ഇവിടുത്തെ ഈ ചർച്ച ഇങ്ങനെ ആരംഭിക്കുന്നു. ശ്രീനാരായണ ഗുരുദേവനെക്കുറിച്ചുള്ള വർത്തമാനകാലം പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഉൾപ്പെട്ട ഈ ഗ്രന്ഥത്തിലേക്ക് നമുക്കിനി പ്രവേശിക്കാം. ശ്രീനാരായണ ഗുരു അപൂർവതകളുടെ കൃഷി എന്നാണ് ഒന്നാമത്തെ ഗ്രന്ഥത്തിൻ്റെ തലക്കെട്ട്. ശ്രീനാരായണ ഗുരു മൃത്യുഞ്ജയ വചനങ്ങൾ എന്നതാണ് രണ്ടാമത്തെ തലക്കെട്ട്. ശ്രീനാരായണ ഗുരുദേവ കൃതികൾ ഒരു വാഗർത്ഥ വിചിന്തനം എന്നാണ് മൂന്നാമത്തെ ഗ്രന്ഥത്തിൻ്റെ തലക്കെട്ട്. നാലാമത്തെ ഗ്രന്ഥത്തിൻ്റെ തലക്കെട്ട് ശ്രീനാരായണ ഗുരു സത്യം, ജ്ഞാനം, ആനന്ദം. അത് എത്ര അർത്ഥവത്തായ തലക്കെട്ടുകളാണെന്ന് ആലോചിച്ച് നോക്കുക. പ്രത്യേകിച്ച് ഈ നാലാമത്തെ ഗ്രന്ഥത്തിലേക്ക് എത്തുമ്പോഴത്തേക്ക് നമ്മൾ 3 തുടർച്ചയായി വായിച്ച് 4ലേക്ക് എത്തിയാൽ നമ്മൾ അവസാനം എത്തുന്നത് പരമകാഷ്ഠയിലേക്കാണ്, ആനന്ദത്തിലേക്ക് എത്തുകയാണ്. ഗുരുദേവൻ്റെ ചിന്തകളിലൂടെ കടന്നുപോയാൽ ഏതൊരു മനുഷ്യനും എത്തിച്ചേരുന്നത് പരമാനന്ദത്തിലേക്കാണ് എത്തിച്ചേരുന്നത് എന്ന കാര്യം ഈ ഗ്രന്ഥം നമ്മളെ ബോധ്യപ്പെടുത്തുന്നു. 4 ഗ്രന്ഥങ്ങളെക്കുറിച്ചുമുള്ള ചർച്ചകൾ ഇവിടെ തുടങ്ങുകയാണ്. ബഹുമാനപ്പെട്ട ഈ ചർച്ചകളൊക്കെ തുടങ്ങി വയ്ക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട ഉദ്ഘാടകനാണ്, ശ്രീ സി ദിവാകരനാണ് തുടങ്ങി വയ്ക്കുന്നത്. അദ്ദേഹം വളരെ ആഴത്തിൽ ശ്രീനാരായണ ഗുരു ദർശനങ്ങളെക്കുറിച്ച് പഠിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹം വളരെ പ്രശസ്തരായ ഗുരുക്കന്മാരിൽ നിന്നും ഇതൊക്കെ പഠിക്കാൻ കഴിഞ്ഞിട്ടുള്ള മഹാഭാഗ്യവാനാണ്. പ്രൊഫസർ ഓനിക്കുറുപ്പ് സാറിൻ്റെയും തിരുനെല്ലൂർ സാറിൻ്റെയും ഒക്കെ ശിഷ്യനാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൽ നിന്നും വളരെ ആഴത്തിലുള്ള നിരീക്ഷണങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. നിരവധി ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുള്ള അദ്ദേഹം ഏറ്റവും പുതുതായി അദ്ദേഹത്തിൻ്റെ നോവൽ അദ്ദേഹം എഴുതിയിരിക്കുന്നു. അത്തരത്തിൽ കേരളത്തിലെ ഉന്നതനായ രാഷ്ട്രീയ നേതാവ് എഴുതിയ നോവൽ എന്ന പ്രത്യേകത കൂടി ആ നോവലിനുണ്ട് എന്ന കാര്യം ഓർക്കണം. ആ നോവലിൻ്റെ പ്രത്യേക പേര് തന്നെ ഇന്ത്യയിലെ മറ്റൊരു ഭാഷയിലും അങ്ങനെ ഒരു പേരിലൊരു നോവലില്ല. ആ നോവലിൻ്റെ പേര് കമ്മ്യൂണിസ്റ്റ് എന്നാണ്. ആ പേരിലൊരു നോവൽ ഇന്ത്യൻ ഭാഷയിൽ ഒരിടത്തും ഉണ്ടായിട്ടില്ല. അപ്പോൾ ആ തരത്തിൽ അസാധാരണമായ രചനാവൈഭവം പ്രകടമാക്കിയിട്ടുള്ള ഒരു ശക്തനായ എഴുത്തുകാരൻ കൂടിയാണ് നമ്മുടെ ഇന്നത്തെ ഉദ്ഘാടകനായ രാഷ്ട്രീയ രംഗത്തെ ഏറ്റവും ശ്രദ്ധേയനായ നേതാവ്. വളരെ ആദരപൂർവ്വം ഞാൻ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നതിനായി ബഹുമാന്യനായ മുൻമന്ത്രി, പ്രഭാത് ബുക്ക് ഹൗസിൻ്റെ ആദരണീയനായ ചെയർമാൻ ശ്രീ സി ദിവാകരൻ അവരുകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. സ്നേഹിതരെ, ഞങ്ങളുടെ പ്രഭാത് ബുക്ക് ഹൗസിൻ്റെ അസാധാരണമായ ഒരു പ്രസിദ്ധീകരണമാണ് പ്രൊഫസർ ചന്ദ്രബാബു എഴുതിയ ശ്രീനാരായണ ഗുരുദേവൻ്റെ 4 വോള്യങ്ങൾ. ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ബന്ധമുള്ള ഒരു പുസ്തക സ്ഥാപനം ഇതിറക്കാമോ എന്ന ഒരു ശങ്ക പലർക്കും ഉണ്ടായിരുന്നു, എനിക്കും ഉണ്ടായിരുന്നു. അതിന് കാരണം എല്ലാവരും വാചാലമായി പ്രസംഗിക്കുമെങ്കിലും മടങ്ങിപ്പോകുന്നത് അവരവരുടെ ജാതിയിലേക്കാണ്. പ്രസംഗവേദികളിൽ അന്തരീക്ഷം കുഴപ്പത്തിലാകുന്നതല്ലാതെ പ്രസംഗിക്കുന്ന കാര്യങ്ങളൊന്നും സ്വകാര്യ ജീവിതത്തിൽ കാണുന്നില്ല എന്നത് അനുഭവിച്ച ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് എനിക്കൊരു സംശയം വന്നത്, എന്നെ കൂടെ കമ്മ്യൂണിസ്റ്റുകാരെ ബഹളം ഉണ്ടാക്കിയത് എന്തിനാണ്. പക്ഷെ ആർക്കും ധൈര്യപ്പെടില്ല. അതിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഗുരുദേവൻ്റെ പേരിൽ ആരും ഒന്നും പറയാൻ ധൈര്യപ്പെടുന്നൊരു കാലമല്ലിത്. ഗുരുദേവനില്ലാത്ത കേരളം
സങ്കല്പിക്കാൻ കഴിയുന്നില്ല. നമ്മൾ ഇരുട്ടിലായി പോയേനെ, കടുത്ത ഇരുട്ടിലാകുന്ന സാഹചര്യമായിരുന്നു. മനുഷ്യനായി നടക്കാൻ പോലും അനുവദിക്കാത്ത പ്രാകൃതമായ ഒരു സംസ്കാരത്തിൻ്റെ അനന്തരാവകാശികളാണ് നമ്മൾ. അവിടെ നിന്നാണ് ഗുരുദേവനെ കാണുന്നത്. ഗുരുദേവനെ കാണുമ്പോൾ ആളുകൾക്ക് അത്ഭുതമായിരുന്നു. കണ്ടാലും മതിവരാത്ത രൂപമാണെന്നാണ് കണ്ടവർ പറയുന്നത്. കേട്ടാലും മതിവരാത്ത ശബ്ദമായിരുന്നു ഗുരുദേവൻ്റെ ശബ്ദം. ആ പാദമുദ്രകൾ പതിയാത്ത ഒരിടവഴിയും കേരളത്തിലില്ല. തെക്കേ ഇന്ത്യയിൽ പല കേന്ദ്രങ്ങളിലും പല ഗ്രാമങ്ങളിലും പല കേന്ദ്രങ്ങളിലും ഗുരു ആരും അറിയാതെ കടന്നു ചെല്ലുകയും താമസിക്കുകയും മനസ്സിലാക്കുകയും മടങ്ങി വരികയും ചെയ്തിട്ടുണ്ട്. ചന്ദ്രബാബു ഒരു തീർത്ഥയാത്ര നടത്തിയതാണ്. ശബരിമലയിൽ കെട്ടും കെട്ടി 18-ാം പടി കയറിപ്പോകുന്ന ഭക്തിയോടെ ഒരു പ്രൊഫസറാണ് എന്നൊന്നും നോക്കാതെ ഗുരുദേവനെ കാണാൻ വേണ്ടി, കണ്ടെത്താൻ വേണ്ടി, പഠിക്കാൻ വേണ്ടി, അറിയാൻ വേണ്ടി നടത്തിയൊരു സാഹസികമായ ഒരു യാത്രയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ചന്ദ്രബാബുവിനെ പലപ്പോഴും കളിയാക്കാറുണ്ട്. നിനക്ക് വേറെ പരിപാടിയൊന്നുമില്ല, ഇത് ഗുരുദേവൻ്റെ ആളുകളൊക്കെ ഒരുപാട് ആളുകളുണ്ടല്ലോ ഇവിടെ, കുത്തക അവകാശികളായിട്ടുള്ള ആളുകളല്ല ഗുരുദേവൻ പതിച്ചു കൊടുത്തിരിക്കുന്നത്. ഗുരുദേവൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടി രൂപമെടുത്ത പ്രസ്ഥാനങ്ങളെല്ലാം എന്താണെന്നുള്ളത് ഈ വേദിയിൽ ഞാൻ പറയുന്നില്ല. ആശ്രമവൃക്ഷത്തിലെ കുയിൽ പറഞ്ഞിട്ടുണ്ടതല്ല. കുമാരനാശാൻ്റെ ആശ്രമവൃക്ഷത്തിലെ കുയിൽ പറഞ്ഞ കാര്യങ്ങൾ ഇന്നും ശിവഗിരി കുന്നുകളിൽ എവിടെയോ ഇരുന്നു കൊണ്ട് ആ കുയിൽ പാടിക്കൊണ്ടിരിക്കുക. അതിൽ നിന്നൊരു മാറ്റം വരേണ്ടത് വളരെ അനിവാര്യമാണ്. ഇതെല്ലാം വായിക്കുകയും പഠിക്കുകയും ചെയ്താൽ മാത്രം പോരാ, സ്വകാര്യ ജീവിതത്തിൽ അത് നടപ്പിലാക്കാൻ എങ്ങനെ കഴിയും? എന്നെ പലപ്പോഴും അലട്ടിയിട്ടുള്ളൊരു കാര്യമാണ്, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന് നമ്മളിങ്ങനെ പറയുന്നതല്ലാതെ ആ പറയുന്ന ആളുകളുടെ സ്വകാര്യ ജീവിതത്തിൽ, അവരുടെ കുടുംബത്തിൽ, അവരുടെ വീട്ടിൽ നടപ്പിലാകുന്നുണ്ടോ? വിവാഹാലോചന വന്നാൽ ആദ്യം നിങ്ങൾ അന്വേഷിക്കുന്ന എന്താണ്? നമ്മുടെ മോളെ അയക്കണം. ചെറുക്കൻ ആലോചന വന്നിട്ടുണ്ട്, പക്ഷെ ചെറുക്കൻ്റെ ജാതി എന്താണെന്ന് ജാതിയല്ലേ നിങ്ങൾ ആദ്യം നോക്കണം. ജാതകമല്ലേ നോക്കുന്നത്, കുലമഹിമയല്ലേ നോക്കുന്നത്. ആ വ്യവസ്ഥിതി, ആ ഫ്യൂഡലിസത്തിൻ്റെ, ആ മനുവംശത്തിൻ്റെ കരാളഹസ്തങ്ങളിൽ ഇന്നും കേരളം പോലും അമർന്ന് കിടക്കുകയാണ്. ഭരണഘടന എന്നൊക്കെ പറയുന്നതിൽ നല്ല കാര്യമാക്കുക, പക്ഷെ ഭരണഘടനയുടെ അന്തസത്ത മനുവംശമാണ്, ജാതി വ്യവസ്ഥയാണ്, വർണ്ണങ്ങളുടെ ആധിപത്യമാണ്, സവർണ മേധാവിത്വമാണ്, ഉദ്യോഗസ്ഥ പ്രഭുത്വമാണ് ഭരണഘടനയിൽ അടിവരയിടുന്നത്. അപ്പം അതൊക്കെ ഒരു വിശാലമായ ഒരു കാര്യമായതുകൊണ്ട് ഞാൻ അതിലേക്ക് ദീർഘമായിട്ടൊന്നും കടക്കുന്നില്ല. എൻ്റെ സ്വകാര്യ ജീവിതത്തിൽ എനിക്ക് അധികാരം കിട്ടിയപ്പോൾ എന്തെല്ലാം ചെയ്യാൻ കഴിഞ്ഞോ അതെല്ലാം സെക്രട്ടേറിയറ്റിൽ ബന്ധമുള്ള ആൾക്കറിയാം ഞാൻ എന്തൊക്കെ ചെയ്തിട്ടുള്ളത്. അതിനൊരുപാട് എതിർപ്പുകളൊക്കെ നേരിടുക. എനിക്ക് ഒരു പിന്തുണയും കിട്ടിയില്ല. ഞാൻ ഒരു ജാതി, ഒരു മതം അത് നോക്കി ഭരണപരമായ കാര്യങ്ങൾ ഇടപെട്ടപ്പോൾ വന്ന വിമർശനങ്ങൾക്ക് ഞാൻ ഒറ്റ കാലിൽ നിന്ന് മറുപടി പറഞ്ഞതല്ലാതെ ഒരു പിന്തുണയും കിട്ടിയില്ല. ഒരാളിൻ്റെ, ഒരു സംഘടനയുടെ, ഒരു പ്രസ്ഥാനത്തിൻ്റെ, ഒരു ശ്രീനാരായണ ഗുരുദേവ ഭക്തന്മാരെ ഒന്നും ഞാൻ കണ്ടില്ല. അവർ പറഞ്ഞതെല്ലാം ഞാൻ ചെയ്തു കൊടുത്തു. ശിവഗിരിക്ക് എല്ലാം ചെയ്തു കൊടുത്തു, ഞാൻ പതിച്ചു കൊടുത്തു, ഞാൻ അവിടെ പട്ടയം കൊടുത്തു. ഞാൻ അവിടെ കുറേ സന്യാസിമാർ കിടക്കുന്നത് നല്ല കാര്യം, അവരവിടെ കിടക്കട്ടെ. അവരെ അതൊന്നും ഗുരുദേവൻ പറഞ്ഞിട്ടുള്ളതൊന്നുമല്ല അവിടെ കുടിലേട്ടി കിടന്നുള്ളാൻ.
ഗുരുദേവൻ പറഞ്ഞ പാവപ്പെട്ട ആളുടെ അടുത്ത് പോകാനാണ്, നടക്കാനാണ്, നടന്നുകൊണ്ടേയിരിക്കണം, സഞ്ചരിച്ചുകൊണ്ടേയിരിക്കണം. ഗുരുദേവൻ ഏറ്റവും കൂടുതൽ സഞ്ചരിച്ച ഒരാളാണ്. ജനസമൂഹത്തിനിടയിൽ ഇതുപോലെ സഞ്ചരിച്ച ഒരു സന്യാസിയെ നമുക്ക് കാണാൻ പറ്റും. സന്യാസിയാണോ? സന്യാസിയാണ്. ഭൗതികവാദിയല്ലേ? ഭൗതികവാദിയാണ്. വിശപ്പിൻ്റെയും ദാരിദ്ര്യം അറിഞ്ഞ ഒരാളാണ്. അതാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം നമ്മളെ കൊണ്ട് പറയിപ്പിച്ചതാണ്, അന്ന വസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിക്കുന്ന തമ്പുരാനാണ്. ആ തമ്പുരാനെ അന്വേഷിക്കുകയാണ് ഇന്നും കേരളത്തിലെ വലിയൊരു വിഭാഗം ജനങ്ങൾ. അതിൽ മാർക്സിസമുണ്ട്, കമ്മ്യൂണിസമുണ്ട്, സോഷ്യലിസമുണ്ട്, ജനകീയത്വമുണ്ട്, എല്ലാമുണ്ട് അതിൽ. അതുപോലെ ഇവിടെ വള്ളിക്കാവ് മോഹൻദാസ് പറഞ്ഞ അരിപ്പുറത്തെ സംഭവം അതൊരു വലിയ വിസ്ഫോടനമായിരുന്നില്ലേ? ആ തരത്തിൽ പിന്നീട് ഇവിടുത്തെ ചരിത്രകാരന്മാർ എഴുതുന്നുണ്ടോ? അരിപ്പുറത്തെ ശിവപ്രതിഷ്ഠ സൃഷ്ടിച്ച സാമൂഹ്യമായ മാറ്റം എന്താണെന്ന് പറയാൻ ആരും മുന്നോട്ട് വന്നിട്ടില്ല. അന്ന് തന്നെ ഭയങ്കര എതിർപ്പായിരുന്നു. ഇയാൾക്ക് എന്താ അധികാരം എന്നാണ്? ഈ ഈഴവ ജാതിയിൽപ്പെട്ടവന് വിഗ്രഹം പ്രതിഷ്ഠിക്കാൻ എന്താ ബ്രാഹ്മണൻ വേണ്ടേ? ശാസ്ത്രം പഠിച്ചാൽ വേണ്ടേ? മന്ത്രം പഠിച്ചാൽ വേണ്ടേ? അതിന് ഗുരുദേവൻ മറുപടി പറഞ്ഞു, ഇത് വേറെ ശിവനാണ്, നിങ്ങളുടെ ഉദ്ദേശത്തിലുള്ള ശിവനല്ല, ഇതൊരു പാവം ശിവനാണ്, ആരുമില്ലാത്തതുകൊണ്ട് ഞാൻ വിളിച്ച് അവിടെ വെച്ചിരിക്കുകയാണ്, നിങ്ങൾ ഇതിൽ നിങ്ങൾ കളിക്കണ്ട. ഇത് ഒരു പാവപ്പെട്ട ദരിദ്രനാരായണ, ഒരു പാവപ്പെട്ട വളരെ ബാക്ക്വേർഡായിട്ടുള്ള ഒരു ശിവനാണ്. അവിടെ ഇരുന്നോട്ടെ, അവിടെ അരിപ്പുറത്തല്ല, നിങ്ങൾക്കൊരു ശല്യമില്ലല്ലോ. ആ ആറ്റിൻ്റെ മുകളിലുള്ള പാറപ്പുറത്തല്ല ഞാൻ വെച്ചിരിക്കുന്നത്. അന്നത്തെ പൗരോഹിത്യം അന്നും വിട്ടില്ല അദ്ദേഹത്തെ. ഇന്ന് ശ്രീനാരായണ ഗുരുദേവൻ്റെ ഒരു പ്രശസ്തി ആരുടെയും സംഭാവനയല്ല, വളരുകയാണ് സ്വാഭാവികമായി, ഇനിയും വളരുക. പോപ്പിൻ്റെ അടുത്തെത്തി ഗുരുദേവൻ. പോപ്പിനപ്പുറത്ത് പിന്നെ വേറെ ആളുകളില്ല. ഗുരുദേവൻ നമ്മുടെ ആരുടെയും നിയന്ത്രണത്തിൽ നിൽക്കുന്നൊരാശയമല്ല, ഒരു സന്ദേശമല്ലത്. ആ സന്ദേശം ലോക ജനത ഏറ്റെടുക്കും. ആ കാര്യത്തിൽ ഒരു ചെറിയ പങ്ക് പ്രഭാത് ബുക്കോസിനും ഇതിൻ്റെ രചയിതാവ് ചന്ദ്രബാബുവിനും നിർവഹിക്കാൻ കഴിഞ്ഞു. ചന്ദ്രബാബുവിൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സാഹിത്യ സംഭാവന ഇത് തന്നെ ആയിരിക്കും. ഇനി ഇതിൽ കൂടുതലൊന്നും ചന്ദ്രബാബുവിനെ എഴുതാൻ തലകുത്തി കഴിയില്ല. ഇത് തന്നെ ഇതിൻ്റെ പരമകാഷ്ടയിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് സംതൃപ്തനായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹം ഉണ്ടായത് റിലീസ് ചെയ്യണമെന്ന്. അത് റിലീസ് ചെയ്യാനുള്ള നല്ല സന്ദർഭം തന്നെ കിട്ടി. നിയമസഭ എന്ന് പറഞ്ഞാൽ പുസ്തകം എന്ന് പറഞ്ഞാൽ ഇത് ഒരു വലിയ വേദിയാണിത്. നിങ്ങളുടെ ആളിത്രയുണ്ട്, ഇതൊരു വലിയ കേരളത്തിൻ്റെ ഒരു ചരിത്ര വേദിയാണിത്. അവിടെ തന്നെ ഗുരുദേവനെ കുറച്ചുകൂടി ഗുരുദേവൻ്റെ ഈ പ്രസിദ്ധീകരണത്തിന് കേരള നിയമസഭ കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടതായിരുന്നുവെന്ന് എനിക്ക് ഒരു വിമർശനമുണ്ട്. ഇങ്ങനെ പോരായിരുന്നു. ഇത് അവരെ സമീപിക്കുമ്പോൾ അവരത് ഏറ്റെടുത്ത് അവർ തന്നെ നേരിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതായിരുന്നു. ഇത് സാധാരണ ഞാനിപ്പോൾ ഒരുപാട് എഴുത്തുകാരുടെ അത് കഴിഞ്ഞിട്ട് വരെയാണ്, ഇനിയും പോകുന്നതാണ്. അങ്ങനെയുള്ളൊരു എഴുത്തല്ല എന്ന് അവർ ഓർമ്മിക്കേണ്ടതായിരുന്നു. അത് ഓർമ്മിച്ചില്ല. ഇനിയെങ്കിലും അവരെ ഓർമ്മപ്പെടുത്താൻ ഞാൻ സംസാരിക്കും അവരുടെ അടുത്തൊക്കെ. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. അടുത്തതായി ഡോക്ടർ എൽ തുളസീധരൻ നിങ്ങളോട് സംസാരിക്കും. അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. സ്നേഹിതരെ, കേരളം സാമൂഹ്യമായ ഉച്ചനീചത്വങ്ങളിലും ബൗദ്ധിക അന്ധകാരത്തിലും ആണ്ടുകിടന്നപ്പോൾ അറിവിൻ്റെയും ആധ്യാത്മികതയുടെയും അർത്ഥതലങ്ങൾ ഒരു സമൂഹത്തിലാകമാനം സംക്രമിപ്പിച്ചും സത്യത്തിൻ്റെയും ആത്മനിഷ്ഠയുടെയും ഊർജവും വെളിച്ചവും പ്രസരിപ്പിച്ചും കടന്നുപോയ ഗുരു ആധുനിക കേരള സൃഷ്ടിയിൽ സമസ്ത മേഖലയിലും വിപ്ലവം സൃഷ്ടിച്ചു. എനിക്ക് മുൻപ് സംസാരിച്ച വള്ളിക്കാവും ദിവാരൻ സാറും ഏകദേശം എല്ലാ ഭാഗങ്ങളും കവർ ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. കേരളീയരുടെ ജീവിതത്തിൻ്റെയും അറിവിൻ്റെയും അവരുടെ സംസ്കാരത്തിൻ്റെയും ആത്മീയതയുടെയും ഒക്കെ തലത്തിൽ നിന്നുകൊണ്ട് സമൂലമായ സമഗ്രമായ ഒരു ഉടച്ചുപാർക്കലിന്
നെടുനായകത്വം വഹിച്ച ശ്രീനാരായണ ഗുരുവിൻ്റെ വിശുദ്ധമായ ജീവിതത്തെയും അദ്ദേഹത്തിൻ്റെ ദർശനങ്ങളെയും ഗുരുകൃതികളെയും ഒക്കെ പ്രതിപാദിക്കുന്ന ഏകദേശം 6ഓളം കൃതികൾ ചന്ദ്രബാബു സാറ് രചിച്ചിട്ടുണ്ട്. അതിൽ 4 കൃതികളാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ആദ്യം ഗുരു എന്ന പേരിൽ ഒരു പുസ്തകം നേരത്തെ പ്രസിദ്ധീകരിച്ചിരുന്നു. ഗുരുവിനെ കുറിച്ച് ധാരാളം പേർ എഴുതിയിട്ടുണ്ടെന്ന് നമുക്കറിയാം. ഏകദേശം 1000-ലധികം ഗ്രന്ഥങ്ങളാണ് അദ്ദേഹത്തിൻ്റെ പേരിലുണ്ടായിട്ടുള്ളത്. കെ നാബോധരനും കെ സുരേന്ദ്രനും പെരുമ്പടവും സുകുമാർ അഴീക്കോടും KP അപ്പൻ സാറും ഒക്കെ എഴുതിയിട്ടുണ്ട്. അതുപോലെ സാനുമാഷ് എഴുതിയിട്ടുണ്ട്. യതിയും പ്രൊഫസർ ബാലകൃഷ്ണൻ നായർ സാറിൻ്റെ ബുക്കൊക്കെ വളരെ പ്രസിദ്ധമാണ്. ഗുരുവിൻ്റെ ജീവിതവും പ്രവർത്തനവും എല്ലാം അദ്ദേഹത്തിൻ്റെ തത്വദർശനങ്ങളൊക്കെ അത്രയ്ക്ക് പ്രസക്തവും കാലാതീതവുമായിരുന്നുവെന്ന് നമുക്കറിയാം. അതാണല്ലോ ഇത്രയധികം കൃതികൾ വന്നത്. വളരെ ക്ലിപ്തമായ ഒരു ദാർശനിക പദ്ധതിയുടെ ഉടമയായിരുന്നു ഗുരു എന്നാണ് ഗുരുവര്യന്മാർ പറഞ്ഞു വച്ചിരിക്കുന്നത്. ഭാരതീയ സാംസ്കാരികതയുടെ ദേശീയ സാംസ്കാരികതയുടെ ഗുരു എന്നാണ് ഗ്രന്ഥകാരൻ പറയുന്നത്. ശരിക്കു പറഞ്ഞാൽ അദ്ദേഹം ലോകഗുരുവാണ്, വിശ്വഗുരുവാണ്. ഈ അടുത്ത സമയത്ത് നമ്മുടെ സർവമത സമ്മേളനത്തിൻ്റെ ദശാബ്ദി വത്തിക്കാനിൽ ആഘോഷിക്കുമ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വാക്കുകൾ ലോകം ശ്രവിച്ചതാണ്. ആ ഗുരു തിരസ്കരിക്കപ്പെടാതിരിക്കാൻ, ആരും അദ്ദേഹത്തെ താഴ്ത്താതിരിക്കാൻ വേണ്ടി ആണ് ഞാൻ ഈ കൃതികൾ എഴുതുന്നത് എന്നാണ് ഗ്രന്ഥകാരൻ പറഞ്ഞിരിക്കുന്നത്. എഴുതും തോറും മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങൾ, പുതിയത് എഴുതാനുള്ള വ്യഗ്രതയും ഉണ്ടാകുന്ന ചരിതമാണ് ഗുരുദേവ ചരിതം. അദ്ദേഹത്തിൻ്റെ 4 കൃതികൾ ഇവിടെ പറയുകയുണ്ടായി. ഒന്നാമത്തെ ഗ്രന്ഥത്തിൽ ഗുരുവിൻ്റെ ജീവിതവും പ്രവർത്തനങ്ങളും വളരെ ദർശനങ്ങളുമൊക്കെ നന്നായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. ഏറെക്കുറെ എന്നാണ് ഗ്രന്ഥകാരൻ പറയുന്നത്. ശ്രീനാരായണ സാഹിത്യ പരമ്പരയിൽ പുതുമയാർന്ന രചനയാണ് ഈ കൃതിയെന്ന് അതിൻ്റെ അവതാരികയിൽ സച്ചിദാനന്ദ സ്വാമികൾ പറയുന്നുണ്ട്. പ്രപഞ്ചത്തിനാകെ പുതിയ വെളിച്ചം പകരുന്ന അസ്തമിക്കാത്ത സൂര്യനായി ജ്വലിച്ചു നിൽക്കുന്ന ഗുരുവിനെ കുറിച്ച് എഴുതിയ കൃതിയാണെന്ന് നമ്മുടെ ഉദ്ഘാടകൻ തന്നെ ഇതിൻ്റെ മുഖവുരയിൽ എഴുതി ചേർക്കുകയും ചെയ്തു. അങ്ങനെ അപൂർവതകളുടെ അത്ഭുതമൂർത്തിയായ ഗുരു അദ്ദേഹത്തിനെ മാനവ ഗുരു സ്ഥാനത്തേക്ക്, അദ്ദേഹത്തിൻ്റെ മാനവീയതയിലേക്ക് നയിക്കുന്നത് ഒരു പുതിയ മന്ത്രം, ഏറ്റവും വലിയ മഹാമന്ത്രമായ മനുഷ്യാണാം മനുഷ്യത്വം. അതാണ് ആദ്യത്തെ അധ്യായം അദ്ദേഹം എഴുതി തുടങ്ങുന്നത് അങ്ങനെയാണ്. അവസാനം ധർമ്മത്തിൻ്റെ വെളിച്ചം എന്ന അധ്യായമാണ് 32ാമത്തെ അധ്യായം. ഏകദേശം 558 പേജുകളുണ്ട് ആദ്യത്തെ കൃതിക്ക്. വളരെ ലളിതമെന്ന് തോന്നുമെങ്കിലും ശരിക്കും ഗഹനവും ഉജ്ജ്വലവുമായ ആ രചനാ രീതിയാണ് അദ്ദേഹം അവലംബിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ചില വാക്കുകൾ ശ്രദ്ധിച്ചാൽ അത് മനസ്സിലാകും. നിരന്തരവും അസാധാരണവുമായ ചിന്തയുടെയും സ്വയം സഹനത്തിൻ്റെയും ആത്മസംയമനത്തിൻ്റെയും ഭൗതിക ആത്മീയതകളുടെ സഹവർത്തിത്വത്തിൻ്റെയും ജ്ഞാന കുബേരതയുടെ നിത്യവസന്തത്തിൻ്റെയും സ്നേഹ കാരുണ്യങ്ങളുടെ ദൃഢവാസത്തിൻ്റെയും തിരിച്ചറിവാകുമ്പോൾ അത് ധാർമ്മികതയുടെ സംസ്ഥാപനമാകുന്നു. ആ വാക്കുകളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. എത്ര മനോഹരമായിട്ടാണ് ഗുരുവിൻ്റെ ദർശനങ്ങളെ ആകെ ഏതാനും ചില വരികളിൽ അദ്ദേഹം എഴുതി ചേർത്തിരിക്കുന്നത്. പിന്നെ ഗുരുവിൻ്റെ ജനനം, അതിനുശേഷം ദിവാകരൻ സാർ പറഞ്ഞതുപോലെ ഇങ്ങനെ സഞ്ചരിക്കുമോ, ഇത്രയേറെ സഞ്ചരിച്ച ഒരു ഗുരു ഉണ്ടോ എന്നുള്ളത് സംശയമാണ്. സഞ്ചാരവും തപസ്സും അങ്ങനെയുള്ള കാലം, പിന്നെ അദ്ദേഹത്തിൻ്റെ ബ്രഹ്മചര്യം കൊണ്ടും യോഗ പരിശീലനം കൊണ്ടും ഒക്കെ അദ്ദേഹം ആർജിച്ച സിദ്ധികൾ ജനങ്ങളോട് നിരന്തരം സംവദിക്കുകയും അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കുകയും ചെയ്ത കഥകളൊക്കെ വളരെ വിശാലമായി ഈ കൃതികളിൽ കാണാം. വിശ്വാസവുമായി ബന്ധപ്പെട്ട് വളരെയധികം ചർച്ച നടക്കുന്ന സമയമാണിത്. അപരിഷ്കൃതരായ ഈശ്വരനെ, ദൈവങ്ങളെ മാറ്റി നിർത്തി പരിഷ്കൃതരായ ദൈവങ്ങളെ ആചരിക്കണമെന്ന് അദ്ദേഹം നിർദ്ദേശിക്കുന്നുണ്ട്. വിദ്യാഭ്യാസം, വ്യവസായം, ശുചിത്വം, ഈശ്വരവിശ്വാസം, അങ്ങനെ നമുക്കറിയാം തീർത്ഥാടന കാലഘട്ടത്തെ അദ്ദേഹം നൽകിയ 8 കൽപ്പനകൾ, അതെല്ലാം വളരെ വിശദമായി ഇതിനകത്ത് ചർച്ച ചെയ്യുന്നു. കച്ചവടം, തൊഴിൽ, സാങ്കേതിക വിദ്യ, ശാസ്ത്ര പരിശീലനം, ഇതൊക്കെ 1888 നമ്മുടെ പ്രതിഷ്ഠ, അരുവിപ്പുറം പ്രതിഷ്ഠയെക്കുറിച്ച് വളരെ വിശാലമായ ചർച്ചയാണ് ഇതിനകത്ത് നടത്തിയിരിക്കുന്നത്. അതിനെ ശങ്കരൻ കുഴിയിലെ ശിലാഖണ്ഡമെടുത്ത് ശിവനായി സങ്കല്പിച്ച് ഒരു പരന്ന പാറയിൽ പ്രതിഷ്ഠിച്ചത് വെറുതെയല്ല, അത് ബ്രാഹ്മണ്യത്തിൻ്റെ പൗരോഹിത്യ മേധാവിത്വത്തിൽ നിന്ന് ഉള്ള മോചനത്തിന് വേണ്ടിയാണെന്ന്
ഈ ഗ്രന്ഥകാരൻ വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള 1924 സർവമത സമ്മേളനം ഇതിനകത്ത് വളരെ കൃത്യമായി ചർച്ച ചെയ്യുന്നുണ്ട്. ജാതിഭേദം, മതദ്വേഷം അത് കൊച്ചപ്പിപ്പിള്ളയോട് പറഞ്ഞെഴുതിപ്പിക്കുകയാണ് അരുവിപ്പുറത്ത് വെച്ച്. ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. ഈ വാക്കുകൾ തന്നെയാണ് നമ്മുടെ ഭരണഘടനയിലും ഭരണഘടന അത്ര ചെറിയ ഒരു ഗ്രന്ഥമായി ഞാൻ കാണുന്നില്ല. വളരെ സമഗ്രമായി പഠിച്ച് ഒരു രാജ്യത്തിനെ ഇപ്പോൾ എത്രയോ 75 വർഷക്കാലം നമ്മുടെ രാജ്യത്തെ ഏറ്റവും മഹത്തായ ജനാധിപത്യ രാജ്യമായി നിലനിർത്തുന്നത് ഈ ഭരണഘടനയാണ്. അതിൻ്റെ ആമുഖത്തിൽ, അതിൻ്റെ പ്രിയാമ്പിളിൽ എഴുതി ചേർത്തിട്ടുണ്ട്. എല്ലാവർക്കും അറിയാം, എല്ലാ സർക്കാർ ഓഫീസുകളിലും ഇങ്ങനെ തൂക്കിയിട്ടുണ്ട് ആ പ്രിയാമ്പിൾ. അതിൽ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവിംഗ് സോളംലി റിസോൾവ്ഡ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ ഇൻടു എ സോവറൻ സോഷ്യലിസ്റ്റ് സെക്കുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. ഈ ജനാധിപത്യം, ഈ റിപ്പബ്ലിക്, ഈക്വാളിറ്റി, ജസ്റ്റിസ്, ഈക്വാളിറ്റി, ലിബർട്ടി ആൻഡ് ഫ്രട്ടേണിറ്റി, ആ പറയുന്ന സാഹോദര്യം, അതാണ് നമ്മളിവിടെ കാണുന്നത്. സോദരത്വേന, ഇതിപ്പോൾ ഈ അടുത്ത സമയത്തൊരു പത്രത്തിൽ ഒരു എഡിറ്റോറിയൽ ചർച്ച ചെയ്ത വാചകമാണ് ഞാൻ ഉദ്ധരിച്ചത്. നിങ്ങൾക്കറിയാം, ശ്രീ ശ്യാംകുമാർ വളരെ ഭംഗിയായിട്ട് ഇതിനെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ സമയത്താണ്, ഈ അരുവിപ്പുറം പ്രതിഷ്ഠാ സമയത്താണ് ചട്ടമ്പി സ്വാമികളും അയ്യങ്കാളിയും ഒക്കെ ഗുരുവിനെ സന്ദർശിക്കുന്നത്. അത് വളരെ പ്രാധാന്യമർഹിക്കുന്ന ചരിത്ര ദൃശ്യമാണെന്ന് ഗ്രന്ഥകാരൻ രേഖപ്പെടുത്തിയിരിക്കുന്നു. പിന്നെ 1891 കായിക്കര സന്ദർശന വേളയിലാണ് കുമാരനെ കാണുന്നത്, ആശാനെ കാണുന്നതും പൽപ്പു അദ്ദേഹത്തെ സന്ദർശിക്കുന്നു, ഡോക്ടർ പൽപ്പു സന്ദർശിക്കുന്നതുമൊക്കെ. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് പോലെ സ്വാമി വിവേകാനന്ദൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഡോക്ടർ പൽപ്പു ശ്രീനാരായണ ഗുരുവിനെ കാണാനെത്തുന്നത്. ഈ കൊച്ചപ്പിപ്പിള്ളയാണ് പിൽക്കാലത്ത് അദ്ദേഹത്തിൻ്റെ പ്രഥമ ശിഷ്യൻ ശിവലിംഗ സ്വാമിയായി മാറുകയും ചെയ്യുന്നത്. പിന്നെ പറയുന്നത് പ്രകാശത്തിൻ്റെ ദേവാലയങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഗുരുവും ഗുരുവിൻ്റെ ശിഷ്യന്മാരും സ്ഥാപിച്ച 85ഓളം ക്ഷേത്രങ്ങളുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതിൽ ഏറെക്കുറെ എല്ലാ ക്ഷേത്രങ്ങളെക്കുറിച്ചും ഇതിൽ പ്രതിപാദിക്കുന്നുണ്ട്. ശാരദ പ്രതിഷ്ഠ ഗുരുദേവൻ താല്പര്യപൂർവ്വം നടത്തിയതാണെന്നും പറയുന്നുണ്ട്. ആലുവ അദ്വൈത ആശ്രമത്തിൻ്റെ സ്ഥാപനം ത്തെക്കുറിച്ച് അത് അവിടെ അതിൻ്റെ ഉടമയായിരുന്ന ഹാജി സേട്ടിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയ ഭൂമിയാണെന്നൊക്കെ വളരെ കൃത്യമായി പറയുന്നുണ്ട്. അങ്ങനെ മനുഷ്യരെല്ലാം ഒരു ജാതി മതമേതായാലും മനുഷ്യൻ നന്നായാലും മതി, വിദ്യ കൊണ്ട് പ്രബുദ്ധരാകൂ, മദ്യം വിഷമാണ്, അങ്ങനെ കുറേ സംജ്ഞകൾ, കുറേ കൺസെപ്റ്റുകൾ ഇതിൽ വിശദമായി ചർച്ച ചെയ്യുന്നുണ്ട്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇതിനോടൊപ്പം 2-3 ഗ്രന്ഥങ്ങളും നമുക്കിവിടെ ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. എൻ്റെ പിന്നാലെ വരുന്നവർ അത് ചർച്ച ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എങ്കിലും നമ്മൾ വിശ്വമഹാകവി ടാഗോർ പറഞ്ഞ വാക്കുകൾ, എങ്ങനെയാണ് ഗുരുദേവനായി മാറുന്നതെന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ് വളരെ വിശിഷ്ടമായിട്ടുള്ളത്. ഞാൻ ഈ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ സഞ്ചരിച്ചു വരികയാണ്. ഇതിനിടയിൽ ധാരാളം സിദ്ധന്മാരെയും മഹാഋഷിമാരെയും കണ്ടു. പക്ഷേ ഇത്രയധികം ആധ്യാത്മിക ഉയർച്ച വന്ന ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹത്തിൻ്റെ അനന്തതയിലേക്ക് നീളുന്ന യോഗ നയനങ്ങളും ഈശ്വര ചൈതന്യം തുളുമ്പുന്ന മുഖ തേജസ്സും വിസ്മരിക്കാനാകുന്നില്ല. അത്രയും പ്രാധാന്യമുള്ള ഈ ലോക കവി അല്ലെങ്കിൽ വിശ്വമഹാകവി, നോബൽ പ്രൈസ് ജേതാവ് പറയുന്ന ഗുരുവിനെ ഈശ്വരനായി കാണുക. അദ്ദേഹത്തിൻ്റെ സെക്രട്ടറിയും അത് തന്നെയാണ് പറഞ്ഞത്. മനുഷ്യനെ, ഈശ്വരനെ ഞാൻ മനുഷ്യരൂപത്തിൽ കാണുന്നു എന്ന് CF ആൻഡ്രൂസ് പറയുന്നുണ്ട്. ഇതെല്ലാം വളരെ വിശദമായി ഈ കൃതികളിൽ ചർച്ച ചെയ്യുന്നുണ്ട്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, സമയം വളരെ പരിമിതമാണ്. 4 വലിയ ഗ്രന്ഥങ്ങൾ ചർച്ച ചെയ്യാനുള്ള സമയം അപര്യാപ്തമാണ്. ഈ ഗുരുദേവൻ്റെ എന്താ പറയുന്നത്, കയ്യൊപ്പ് സ്വന്തം ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയ വളരെ മിടുക്കനായ അധ്യാപകൻ. ഞങ്ങളെല്ലാം ഒരുമിച്ച് ജോലി ചെയ്തവരാണ്. നിരവധി കോളേജുകളിൽ ഭാഷാ അധ്യാപകനായി, വകുപ്പ് മേധാവിയായിട്ടൊക്കെ ചന്ദ്രബാബു സാറ് തിളങ്ങിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളൊക്കെ ഞങ്ങൾക്കെല്ലാം ഏറെ ആകർഷകമാണ്. അദ്ദേഹത്തിന് ഇനിയും ഏറെ എഴുതാൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. CL തുളസീധരനോട് ക്ഷമ ചോദിക്കുന്നു. അതിലിടപെടേണ്ടി വന്നതിൽ. അദ്ദേഹത്തിൻ്റെ വർത്തമാനം ഇങ്ങനെ രസകരമായി ഞാനും കേട്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഈ നമ്മുടെ ക്ലോക്ക് നമ്മളെ വിലക്കുന്നുണ്ട്. മറ്റൊരിക്കൽ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം നമുക്ക് കേൾക്കാൻ അവസരമുണ്ടാകുമെന്ന് കരുതുന്നു. ബഹുമാനായ പത്രപ്രവർത്തകൻ ശ്രീ വിക്രമനെ പ്രഭാഷണത്തിനായി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഒരു നീണ്ട സംസാരത്തിൻ്റെ വേദിയല്ല, അതിനാൽ ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. മലയാള ഭാഷയിൽ ഏറ്റവും കൂടുതൽ ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുള്ളത് ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചാണ്. എന്നാൽ
അതിൽ നിന്നും വ്യത്യസ്തമായ ഒരേ സമയത്ത് പ്രൊഫസർ എം ചന്ദ്രബാബുവിന് ശ്രീനാരായണ ഗുരുദേവനെക്കുറിച്ച് 4 പുസ്തകങ്ങൾ എഴുതി ഒരുമിച്ച് പുറത്തിറക്കുന്നതിന് കഴിഞ്ഞു. ഇതൊരു ചരിത്ര സംഭവമാണ്. ഇക്കാര്യത്തിൽ പ്രൊഫസർ എം ചന്ദ്രബാബു സാറിനെ അഭിനന്ദിക്കുകയാണ് ഞാൻ. ഗുരുദേവൻ്റെ ജീവിതചരിത്രം ശ്രീനാരായണ ഗുരു അപൂർവ ഋഷി എന്ന പേരിലാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. ഗുരുവിനെക്കുറിച്ച് എത്രയോ ജീവചരിത്രങ്ങൾ മലയാള ഭാഷയിൽ രചിച്ചിട്ടുണ്ട്. എത്രയോ ജീവിതചരിത്രങ്ങൾ ശ്രീനാരായണ ഗുരുക്കുറിച്ച് ഉണ്ടായിട്ടുള്ളതുപോലെ മറ്റൊരു മഹാത്മാവിനെക്കുറിച്ചും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇവിടെ പ്രൊഫസർ എം ചന്ദ്രബാബു ശ്രീനാരായണ ഗുരു അപൂർവതകളുടെ ഋഷി എന്ന് പേര് നൽകിയാണ് ഗുരുവിൻ്റെ ജീവചരിത്രം എഴുതിയിരിക്കുന്നത്. എന്താണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവിതത്തിൻ്റെ അപൂർവത? ജീവിക്കുന്ന കാലഘട്ടത്തിൽ മാത്രമല്ല, വരാൻ പോകുന്ന നൂറ്റാണ്ടുകളെയും ദീർഘദർശന പാടവത്തോടു കൂടി കാണാൻ സാധിക്കുന്ന ആളിനെയാണ് ഋഷി എന്ന് പറയുന്നത്. ഗുരുവിൻ്റെ പ്രശസ്തമായ വചനങ്ങൾ മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി, മാനവരെല്ലാം ഒറ്റജാതി, ഇങ്ങനെയുള്ള സന്ദേശങ്ങളെല്ലാം ശ്രദ്ധിച്ചാൽ അതെല്ലാം വരാൻ പോകുന്ന നൂറ്റാണ്ടുകൾക്ക് ഉപയുക്തമായ ദർശനങ്ങളാണ്. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്നുള്ള ഗുരുവിൻ്റെ സന്ദേശങ്ങൾ എത്ര നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും മനുഷ്യനെ പ്രേരിപ്പിച്ചും പ്രചോദിപ്പിച്ചും അന്നത്തെ മനുഷ്യരിൽ പ്രതിധ്വനിച്ച് തന്നെ നിൽക്കും. അതുകൊണ്ടാണ് ഗുരു അപൂർവതകളുടെ ഋഷി എന്ന പ്രൊഫസർ എം ചന്ദ്രബാബു ഇതിന് പേര് നൽകിയത്. ഗുരുവിൻ്റെ ദീർഘദർശനങ്ങൾ ഒരു ഉദാഹരണമാണ്. ഗുരു 1926 ശിവഗിരിയിൽ ഒരു മാതൃകാ പാഠശാല സ്ഥാപിച്ചു. സാധാരണ സ്കൂളിൽ പഠിപ്പിക്കുന്ന വിഷയങ്ങൾ കൂടാതെ അവിടെ ഐച്ഛിക വിഷയങ്ങളോടൊപ്പം കൃഷിയും മെക്കാനിസവും കൂടി പഠിപ്പിക്കുവാൻ ഗുരുദേവൻ നിർദ്ദേശം നൽകുകയും ചെയ്തു. 1964 ലാൽ ബഹദൂർ ശാസ്ത്രി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ ഒരു കമ്മീഷൻ നിലവിൽ വന്നു, കോത്താരി കമ്മീഷൻ. ആ കമ്മീഷൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് 1967 ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് ഭാരതത്തിൽ ആദ്യമായി തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് രൂപം കൊണ്ടു. എങ്കിൽ അതിന് 40 വർഷങ്ങൾക്ക് മുന്നേ ശിവഗിരിയിലെ മാതൃകാ പാഠശാലയിൽ ശ്രീനാരായണ ഗുരു തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് പ്രായോഗിക രൂപം നൽകി എന്നുള്ളതാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവിത ദർശനവും ശാസ്ത്രീയമായ പഠനത്തിന് വിധേയമാക്കുകയാണ് നമ്മുടെ ഗ്രന്ഥകർത്താവ് 2ാമത്തെ പുസ്തകത്തിലൂടെ ചെയ്യുന്നത്. ശ്രീനാരായണ ഗുരു മൃത്യുഞ്ജയ വചനങ്ങൾ എന്ന പേരിൽ ഗുരുദേവൻ്റെ സൂത്രങ്ങൾ, സംഭാഷണങ്ങൾ മുഴുവനും അവിടെ സമാഹരിച്ചിരിക്കുന്നു. 3ാമത്തെ പുസ്തകത്തിൽ ശ്രീനാരായണ ഗുരുദേവ കൃതികൾക്ക് ഒരു വിചിന്തനം നടത്തിയിരിക്കുന്നു. ശ്രീനാരായണ ഗുരുദേവ കൃതികൾക്ക് പല വ്യാഖ്യാനങ്ങൾ എഴുതിയിട്ടുണ്ട്. അക്കൂട്ടത്തിൽ സ്വതന്ത്രമായി പെട്ടെന്ന് മനസ്സിലാക്കാവുന്ന രൂപത്തിൽ എഴുതിയ വ്യാഖ്യാനമാണ് വാഗർത്ത വിചിന്തനം എന്നുള്ള അദ്ദേഹത്തിൻ്റെ 3ാമത്തെ ഗ്രന്ഥം. 4ാമത്തേത് പുസ്തകമാകട്ടെ ശ്രീനാരായണ ഗുരു സാഹിത്യമാണ്. ശ്രീനാരായണ ഗുരുദേവൻ ഏതാണ്ട് 70ഓളം കൃതികൾ സംസ്കൃതത്തിലും മലയാളത്തിലും തമിഴിൽ എന്നീ 3 ഭാഷകളിൽ എഴുതിയിട്ടുണ്ട്. ശ്രീനാരായണ ഗുരുദേവൻ്റെ മഹത്വം അടുത്ത കാലത്ത് നമ്മുടെ ബാലചന്ദ്രൻ ചുള്ളിക്കാട് പറഞ്ഞു, ഞാൻ വിചാരിച്ചു ഏറ്റവും വലിയ മഹാകവി കുമാരനാശാനാണെന്ന്. പക്ഷേ ഗുരുവിൻ്റെ കൃതികൾ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി കുമാരനാശൻ്റെ ഗുരുവായ ശ്രീനാരായണ ഗുരുദേവനാണ് മലയാള ഭാഷയിൽ കണ്ട ഏറ്റവും വലിയ മഹാകവിയെന്ന്. നിങ്ങൾ എത്ര പേർ ഗുരുദേവൻ്റെ കൃതികൾ വായിച്ചു മനനം ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും ഈ ഗ്രന്ഥപരമ്പരയിലെ 4ാമത്തെ പുസ്തകം ശ്രീനാരായണ സാഹിത്യം, സത്യം, ജ്ഞാനം, ആനന്ദം എന്നീ ഗുരുവിൻ്റെ സൂത്രത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ഗുരു എഴുതിയ എല്ലാ കൃതികളെയും കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പഠനമാണ്. അല്പമൊന്ന് മനസ്സിരുത്തിയാൽ മിക്കവർക്കും മനസ്സിലാക്കുവാൻ വിധമാണ് അദ്ദേഹത്തിൻ്റെ പഠനത്തിലെ കാഴ്ചപ്പാടുകൾ ഈ പുസ്തകത്തിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. വളരെ ശ്രമകരമായൊരു ദൗത്യമാണ് ശ്രീ ചന്ദ്രബാബു സുദർശ്യമാം വിധം നിർവഹിച്ചിട്ടുള്ളത്. എല്ലാ ഗുരുഭക്തർക്കും ഇതൊരു പ്രചോദനകരമാകട്ടെ. അദ്ദേഹത്തിന് ഇനിയും ശ്രേഷ്ഠമായ സൃഷ്ടികൾ നടത്തുവാൻ ഗുരുദേവൻ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് അഭ്യർത്ഥിക്കുന്നു. ഒപ്പം ഇവിടെ ഈ പരിപാടിയിൽ ചർച്ചയിൽ പങ്കെടുക്കുവാൻ എന്നെ ക്ഷണിച്ചതിന് അദ്ദേഹത്തിനും പ്രഭാത ബുക്കോസിനും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. വളരെ പെട്ടെന്ന് ഔപചാരികമായ നന്ദി രേഖപ്പെടുത്താൻ ശ്രീ ഒ പി വിശ്വനാഥനെ ക്ഷണിക്കുന്നു. ബഹുമാനരെ, പ്രൊഫസർ ചന്ദ്രബാബു അവറുകൾ എഴുതിയ ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ചുള്ള 4 ഗ്രന്ഥങ്ങളെക്കുറിച്ച് വളരെ വിശദമായ ഒരു ചർച്ച ഇവിടെ നടന്നു കഴിഞ്ഞു. നിങ്ങൾക്കറിയാവുന്നതുപോലെ പ്രഭാത് ബുക്ക് ഹൗസ് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഗുരുവിനെക്കുറിച്ച് നിരവധി പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത് ഏറെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുമുണ്ട്. ചന്ദ്രബാബു സാറിൻ്റെ ഈ പുസ്തകം ഈ അടുത്ത കാലത്താണ് നമ്മൾ റിലീസ് ചെയ്തത്. അത് ഗുരുവിൻ്റെ പുസ്തകങ്ങൾ അല്ലെങ്കിൽ ഗുരുവിൻ്റെ ദർശനം മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ആളുകൾ അത് ശ്രദ്ധിച്ചിട്ടുണ്ട്, അത് വായിക്കുന്നുണ്ട്. അത് മുഴുവൻ സമൂഹവും അത് വായിക്കണം എന്നുള്ളതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. സാഹിത്യരംഗം അത് വിശദമായി ചർച്ച ചെയ്യുന്നു എന്നുള്ളൊരു വിവരം നമ്മൾക്ക് മനസ്സിലാക്കുന്നു. അദ്ദേഹത്തിന് ശ്രീനാരായണ ഗുരുവിൻ്റെ
മാനസപുത്രനും ശ്രീനാരായണ ഗുരുവിൻ്റെ ഏറ്റവും അടുത്ത ശിഷ്യനുമായ കുമാരനാശാൻ്റെ പേരിൽ തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ആശാൻ അക്കാഡമി അദ്ദേഹത്തിന് കുമാരനാശാൻ്റെ പേരിലുള്ള അവാർഡ് ഈ മാസം ഈ പുസ്തകം എഴുതിയതിൻ്റെ പേരിൽ 17-ാം തീയതി നൽകുന്നുണ്ട് എന്ന സന്തോഷ വർത്തമാനം നിങ്ങളെ അറിയിക്കുന്നു. 17-ാം തീയതി കനകക്കുന്ന് വിശ്വസംസ്കാര ഭവനിൽ വെച്ച് വൈകുന്നേരം 3 മണിക്ക് ബഹുമാനപ്പെട്ട മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രനാണ് ആ പുരസ്കാരം അദ്ദേഹത്തിന് സമ്മാനിക്കുന്നത് എന്ന് സന്തോഷപൂർവ്വം അറിയിക്കുന്നു. പ്രഭാത് ബുക്ക് ഹൗസിൽ ഈ പുസ്തകങ്ങളെല്ലാം ഉണ്ട്, നിങ്ങളെല്ലാവരും അത് വാങ്ങിക്കണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഒറ്റ വാക്കിൽ ഈ ചടങ്ങ് ധന്യമാക്കിയ എല്ലാവർക്കും കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം.